നമുക്ക് സിവിൽ ആശുപത്രിയിലേക്ക് പോകാം. കാഷ്വാലിറ്റി സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ അവിടെയുണ്ട്. നോബിൾ മാരിക്കാരൻ, ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി ആളുകളെ പരിക്കേറ്റവരെയൊക്കെ പെട്ടെന്ന് കൊണ്ടുപോയത് സിവിൽ ആശുപത്രിയിലേക്കാണ്. ഒപ്പം മറ്റ് ആശുപത്രികളിൽ പരിക്കേറ്റവരുണ്ടോ? എത്ര പേർ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുണ്ട്? നോബിൾ മാരിക്കാരൻ, ശരിയായി നമ്മൾ നിൽക്കുന്നത് സിവിൽ ആശുപത്രിയിലാണ്. സിവിൽ ആശുപത്രിയിലേക്കാണ് ഈ അപകടം ഉണ്ടായ ഉടനെ തന്നെ ആളുകളെ എത്തിച്ചത്. അതിപ്പോൾ മരിച്ചവരെയും അതോടൊപ്പം തന്നെ മരിക്കാത്ത പരിക്കേറ്റവരെയൊക്കെ ഇങ്ങോട്ടാണ് ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഈ പ്രധാനപ്പെട്ട ബിൽഡിംഗിന് മുന്നിലാണ്. ഇതിനകത്താണ് ഈ പറഞ്ഞ മൃതദേഹങ്ങൾ എല്ലാം ഉള്ളത്. 180ഓളം വരുന്ന മൃതദേഹങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഈ മുറിയിൽ ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ചില ബന്ധുക്കൾ ഒക്കെ എത്തിക്കൊണ്ട് ഇവിടെ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ 12 വിദ്യാർത്ഥികൾ ഗുരുതരാവസ്ഥയിൽ ഇതേ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ ഉണ്ട്. വിശ്വാസ് കുമാർ അടക്കം ഈ അപകടത്തിൽ ഫ്ലൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ട ഏക ആൾ, അദ്ദേഹം അടക്കം ഇവിടെ ചികിത്സയിൽ ഉണ്ട് എന്നാണ് പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ DNA പരിശോധന, പ്രത്യേകിച്ച് ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ തന്നെ പല ആളുകളും ഇങ്ങോട്ട് എത്തിക്കൊണ്ട്, ബന്ധുക്കളടക്കം എത്തിക്കൊണ്ട് DNA പരിശോധനയ്ക്ക് സാമ്പിളുകൾ നൽകി തുടങ്ങിയിരുന്നു. ആ സാമ്പിളുകളുടെയൊക്കെ പരിശോധന എന്താണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 72 മണിക്കൂർ സമയമാണ് ഈ പരിശോധനയ്ക്ക് ആവശ്യമായുള്ളത്. അതിനുശേഷം മാത്രമാണ് അവരുടെ ആരാണ് ഏത് ബോഡിയാണ് അവരുടെ ഉറ്റവരുടേത് എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ വിവിധ ഇടങ്ങളിൽ കാത്തു നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലരോടും നമുക്ക് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും പലരും സംസാരിക്കാൻ വഴങ്ങാത്ത സാഹചര്യം ഒക്കെ ഉണ്ട്. കാരണം അത്ര വലിയ ദുഃഖത്തിലും വേദനയിലും ഒക്കെയാണ് അവരൊക്കെ ഉള്ളത് എന്നാണ് യാഥാർത്ഥ്യം. അതേസമയം ഇന്നിപ്പോൾ ഈ ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് രാവിലെ തന്നെ 5ഓളം വരുന്ന മൃതദേഹങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ വിമാനം തകർന്നു വീണ ഹോസ്റ്റലിലും മെസ്സിലും ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അവർ മരിച്ചതിൽ അവരുടെ മൃതദേഹങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് ഒപ്പം സഹപാഠികൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം വിട്ടുകൊടുക്കുന്ന നടപടിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ആ മൃതദേഹങ്ങൾ പലതും നാടുകളിൽ എത്തുകയും ചെയ്തു. കുറെ ആളുകൾ ഇവിടെ ഗുജറാത്തിൽ തന്നെ ഉള്ളവരാണ്, മറ്റു ചിലർ പഞ്ചാബിലുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ മൃതദേഹങ്ങളൊക്കെ ഇപ്പോൾ പ്രത്യേക വിമാനങ്ങളിൽ തന്നെ നാടുകളിലേക്ക് എത്തിക്കാൻ നടപടികൾ പൂർത്തിയാക്കി വിമാനങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. അതാണെങ്കിലും വിശദമായ രീതിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയായിരിക്കും. DNA പരിശോധനയ്ക്കായി ഇപ്പോൾ നമ്മുടെ രഞ്ജിതയുടെ ബന്ധുക്കളും തിരിക്കുകയാണ്, അഹമ്മദാബാദിലേക്ക് തിരിക്കുകയാണ്. അവിടെ എത്തി DNA പരിശോധനയിലൂടെ രഞ്ജിതയുടെയും മൃതദേഹം തിരിച്ചറിയേണ്ടതുണ്ട്.